നവംബർ 21 യുക്രൈനിലേക്ക് റഷ്യ ഒരു മിസൈൽ പ്രയോഗിച്ചു. സ്ഥാനമൊഴിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ US പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയതായിരുന്നു ക്രെംലിൻ്റെ പ്രകോപനം. റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ സംഘർഷഭരിതമാക്കിയ ആ മിസൈലിൻ്റെ പേര് ഓർഷനിക്. മിസൈലുകളും ആയുധങ്ങളും നിർമ്മിക്കുന്ന ഫാക്ടറികളുള്ള യുക്രൈനിലെ ഡിനിപ്രോ നഗരമായിരുന്നു റഷ്യയുടെ ലക്ഷ്യം. മിസൈൽ ലക്ഷ്യത്തിലെത്തിയതിനാൽ പരീക്ഷണം വിജയമെന്ന് റഷ്യ പറയുമ്പോൾ ലോകത്തിനും ആശങ്കകളേറെ. എന്താണ് ഓർഷനിക് മിസൈൽ? ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ. സഞ്ചാരം ശബ്ദത്തിൻ്റെ 10 മടങ്ങ് വേഗതയിൽ. സമയം കണക്കാക്കിയാൽ സെക്കൻഡിൽ 2.5 മുതൽ 3 കിലോമീറ്റർ വരെ. റഷ്യൻ നഗരമായ ആസ്ട്രാഖാനിൽ നിന്ന് തൊടുത്ത മിസൈൽ ഡിനിപ്രോയിൽ പതിച്ചത് 15 മിനിറ്റ് കൊണ്ടാണ്. യുദ്ധതന്ത്രത്തിൽ വേഗത പരമപ്രധാനം. കാരണം എത്ര വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുന്നുവോ അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എതിരാളിക്ക് പ്രതികരിക്കേണ്ടി വരും. ഈ ആയുധത്തെ പ്രതിരോധിക്കാൻ നിലവിൽ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെയില്ലെന്നാണ് റഷ്യയുടെ അവകാശവാദം. അയ്യായിരം കിലോമീറ്ററിലേറെ കുതിച്ച് നാശം വിതയ്ക്കാനുള്ള കരുത്തുണ്ട് ഓറഷ്നിക്കിന്. എന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും റഷ്യയ്ക്ക് മിസൈൽ പ്രയോഗിക്കാം. അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരവും വേണമെങ്കിൽ ലക്ഷ്യമിടാം. ഓറഷ്നിക്കിൻ്റെ പ്രവർത്തനം എങ്ങനെ? എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000 എന്ന ചൊല്ലുപോലെയാണ് ഓറഷ്നിക്. ഒരു മിസൈലായി പറന്നു ചെന്ന് ഒന്നിലധികം ലക്ഷ്യത്തിൽ പതിക്കുക. ഇത്തരത്തിൽ വ്യത്യസ്ത കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്ന 6 വാർഹെഡുകൾ വഹിക്കാൻ ശേഷിയുണ്ട് ഓറഷ്നിക്കിന്. ആണവായുധങ്ങൾ ഉൾപ്പെടെ വഹിക്കാം. ഇതിന് പിന്നിൽ MIRV അഥവാ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റ് റീ എൻട്രി വെഹിക്കിൾ എന്ന സാങ്കേതിക വിദ്യയാണ്. തൊടുത്തുവിട്ട മിസൈൽ അന്തരീക്ഷത്തിന് പുറത്തുപോയി തിരിച്ചു പ്രവേശിക്കുന്ന റീ എൻട്രി പോയിന്റിന് ശേഷമാണ് വാർഹെഡുകൾ വേർപിരിയുന്നത്. മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് അവ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കും. ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് കണ്ടെടുത്ത അവശിഷ്ടങ്ങളുടെ പരിശോധനയിൽ ലക്ഷ്യസ്ഥാനത്ത് അത് ഒന്നിലധികം പേലോഡുകൾ വർഷിച്ചതായാണ് കാണുന്നത്. യുദ്ധം കൂടുതൽ കനത്തതോടെ ഓർഷനിക് മിസൈലുകളുടെ നിർമ്മാണം റഷ്യ ത്വരിതപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ.